നമസ്കാരം. ഇന്നത്തെ ഇതിഹാസ വാചാലയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇവർ വലിയ കുട്ടികളായി, 15 വയസ്സായി. ഇവരെ എല്ലാം പഠിപ്പിക്കുന്നത് വസിഷ്ഠനാണ്. ഇവര് എല്ലാത്തിലും കേമന്മാരാണ്. ധിയിലാണെങ്കിലും ആയുധാഭ്യാസത്തിലാണെങ്കിലും കളികളിലാണെങ്കിലും എല്ലാത്തിലും ഇവർ കേമന്മാരാണ്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും ഇവർക്ക് നല്ലോണം ഉണ്ട്. ഇവർ ആർക്കൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഈ 4 പേരും സഹായിക്കും, ഈ വിഷമം പറഞ്ഞു വരുന്നവരെ. അപ്പം എല്ലാം കൊണ്ടും നല്ല മിടുക്കന്മാരായിട്ട് വളരുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ബ്രഹ്മർഷിയായ വിശ്വാമിത്രൻ അയോധ്യയിലേക്ക് വരികയാണ്. അയോധ്യയിലെത്തി വിശ്വാമിത്രനെ കാണുമ്പോൾ തന്നെ ദശരഥന് വളരെ സന്തോഷമാവാണോ, എന്താ അങ്ങ് ഇവിടെ വന്നതെന്ന് ചോദിച്ച് തൊഴുത് അകത്തേക്ക് ആനയിച്ചു കൊണ്ടുവരികയാണ്. പറയും, ഞാൻ കുറച്ച് നാളുകളായിട്ട് ഞാനും എൻ്റെ ശിഷ്യന്മാരും വേറെ കുറച്ച് വർഷം കൂടി ഒരു യാഗം നടത്താൻ നോക്കുകയാണ്. ആ യാഗം എന്ത് ചെയ്താലും നടത്താൻ പറ്റുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ മരീചൻ, സുബാഹു എന്ന് പറഞ്ഞ 2 രാക്ഷസന്മാരുണ്ട്. അത് രാവണൻ്റെ ശിങ്കടികളാണ്. അവർ കാരണം എനിക്ക് നടത്താൻ പറ്റുന്നില്ല. അവർ വന്ന് ഇത് മുടക്കുകയാണ്. അപ്പോൾ അവർക്ക് വരം കിട്ടിയിട്ടുണ്ട്, അവരെ ഒരു ദേവന്മാർക്കും നശിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഒരു ദേവന്മാർക്കും അവരെ കൊല്ലാൻ പറ്റില്ലെന്ന് അവർ ബ്രഹ്മാവിൻ്റെ വരം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്നത് എന്താണെന്ന് വെച്ചാൽ ശ്രീരാമനെ കൊണ്ടുപോകാനാണ്. ശ്രീരാമൻ അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത്. ശ്രീരാമനെ കൊണ്ടുപോകണം എനിക്ക്. ഇത് കേൾക്കുമ്പോൾ ദശരഥൻ തലകറങ്ങി വീഴും. ബോധം വന്നു കഴിയുമ്പോൾ ദശരഥൻ പറയുകയാണ്, എൻ്റെ കുഞ്ഞിന് 16 വയസ്സ് പോലും ആയിട്ടില്ല. ഞാൻ എങ്ങനെ അവനെ രാക്ഷസന്മാരുടെ അടുത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടി അയക്കുക? അങ്ങേക്ക് ഞാനൊരു അക്ഷൗഹിണി കൂടെ വിടാം. അക്ഷൗഹിണി എന്ന് പറഞ്ഞാൽ 21,000-ലധികം രഥങ്ങളും 21,000-ലധികം ആനകളും 65,000-ലധികം കുതിരകളും 1,00,000-ലധികം പടയാളികളും ഉണ്ടാവും. അതാണ് ഒരു അക്ഷൗഹിണി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പം അത് കൂടെ വിടാമെന്ന് പറയാണ്. അപ്പോൾ വിശ്വാമിത്രന് കേൾക്കുമ്പോൾ വല്ലാണ്ട് ദേഷ്യം വരും. വിശ്വാമിത്രൻ പറയാം, എന്ത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം എൻ്റെ അടുത്ത് എതിർത്ത് പറയാമല്ലേ, എന്നാൽ ശരി ഞാൻ പോവാണ്, ഇഷ്ടമുള്ള പോലെ ആയിക്കോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അപ്പം വസിഷ്ഠൻ സമാധാനിപ്പിക്കും, ദശരഥനെ സമാധാനിപ്പിച്ചിട്ട് പറയാണ്, രാമനെ വിശ്വാമിത്രൻ്റെ കൂടെ വിടാൻ പേടിക്കണ്ട. കാര്യം എന്താ വെച്ചാൽ വിശ്വാമിത്രൻ്റെ കയ്യിൽ അസ്ത്രശസ്ത്ര വിദ്യയുണ്ട്. അപ്പോൾ ഈ അസ്ത്രം ശസ്ത്രം എന്ന് പറഞ്ഞാൽ ദക്ഷൻ്റെ പുത്രിമാരായ ജയയ്ക്കും സുപ്രഭയ്ക്കും കൃസാസ്വ മഹർഷിയിൽ ജനിച്ച കുഞ്ഞുങ്ങളാണ്. 100 മക്കളാണ്. ജയയ്ക്ക് 50 അസ്ത്രങ്ങളും സുപ്രഭയ്ക്ക് 50 ശസ്ത്രങ്ങളുമാണ് ജനിക്കുന്നത്. അപ്പോൾ ഇവരെ ശസ്ത്രദേവതകൾ എന്നാണ് ഇവരെ പറയപ്പെടുന്നത്. ഇവരെ മുഴുവൻ പരമശിവൻ വിശ്വാമിത്രന് കൊടുത്തു. അപ്പോൾ വിശ്വാമിത്രന് ഇതെല്ലാം എപ്പോൾ വേണമെങ്കിലും ഇവരെ കയ്യിലെത്തും. അങ്ങനത്തെ മന്ത്രങ്ങൾ വിശ്വാമിത്രൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ പേടിക്കണ്ട, രാമനും ലക്ഷ്മണനെയും കൂടെ വിട്ടോളാൻ പറയുകയാണ്. അപ്പോൾ രാമനും ലക്ഷ്മണനും ചെന്ന് അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചു, അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ചു, എല്ലാ അമ്മമാരുടെ അനുഗ്രഹം വാങ്ങിച്ചു. എല്ലാവരോടും യാത്ര പറഞ്ഞ് വിശ്വാമിത്രൻ്റെ കൂടെ ഇറങ്ങുകയാണ്. വിശ്വാമിത്രനും ശ്രീരാമനും ലക്ഷ്മണനും കൂടി യാത്ര തുടങ്ങി. കുറേ ദൂരം ഇങ്ങനെ സഞ്ചരിച്ചു. അവർ ഈ ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞപ്പോൾ വിശ്വാമിത്രൻ ശ്രീരാമൻ്റെ അടുത്ത് പറയാണ്, ഞാൻ നിനക്കൊരു മന്ത്രം പറഞ്ഞു തരാം. അതിൻ്റെ പേര് ബലം അതിബലം എന്നാണ്. അപ്പോൾ ഈ മന്ത്രത്തിന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നിനക്ക് ഒരിക്കലും വിശപ്പ് തോന്നില്ല, ദാഹം തോന്നില്ല, ക്ഷീണം തോന്നില്ല. നീ ഉറങ്ങുമ്പോൾ പോലും രാക്ഷസന്മാർക്ക് നിന്നെ ഉപദ്രവിക്കാനാവില്ല ഈ മന്ത്രം നീ ജപിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ ആ മന്ത്രം പറഞ്ഞു കൊടുക്കുകയാണ് എന്താണെന്നുള്ളത്. അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ അവരവിടെ കിടന്ന് ഉറങ്ങി. വഴിയിലാണ് കേട്ടോ, പോകുന്ന വഴിക്കാണ് ഇവർ കിടന്ന് ഉറങ്ങുന്നത്. ഇനി പിറ്റേ ദിവസം രാവിലെ എണീറ്റ് രാവിലത്തെ ക്രിയകളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ വീണ്ടും നടക്കുകയാണ്. അങ്ങനെ കുറേ ദൂരം ചെന്ന് കഴിയുമ്പോൾ ഒരു ആശ്രമം കാണും. ആശ്രമം കാണുമ്പോൾ ഇവർ കുഞ്ഞുങ്ങൾ ചോദിക്കുകയാണ്, ശ്രീരാമനും ലക്ഷ്മണനും വിശ്വാമിത്രനോട് ചോദിക്കുകയാണ്, അത് എന്താണ് ആ ആശ്രമം ആരുടെയാണെന്ന് ചോദിക്കുകയാണ്. പറയണത് പരമശിവൻ്റെ ആശ്രമമാണ്. പണ്ട് ശിവൻ അവിടെ ഇരുന്ന് ധ്യാനിക്കുമ്പോൾ കാമദേവൻ വന്ന് ആ ധ്യാനം തടസ്സപ്പെടുത്തും. അപ്പോൾ ദേഷ്യം വന്ന് കണ്ണു തുറന്ന് പരമശിവൻ കാമദേവനെ ഭസ്മാക്കുകയാണ്. പിന്നീട് കാമദേവൻ്റെ ഭാര്യ രതി കരഞ്ഞ് കാല് പിടിക്കുമ്പോൾ ശിവൻ കാമദേവന് ജീവൻ കൊടുക്കുകയാണ്. പക്ഷെ ശരീരം ഉണ്ടാവില്ല. അതാണ് അനങ്കൻ എന്ന പേര് കാമദേവന് വന്നു. കാമദേവൻ അങ്ങനെ ആ ആശ്രമത്തിൽ ജീവിച്ചിരുന്നു. ഇപ്പം ശിവൻ്റെ ശിഷ്യന്മാരാണ് അവിടെ ജീവിക്കുന്നത്. ശിവനെ ഭജിക്കുന്നവരൊക്കെ അവിടെ ഇപ്പോൾ താമസിക്കുന്നുണ്ടെന്ന് പറയാം. അപ്പം അവരവിടെ ചെന്നു, രാത്രി അവിടെ താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഇറങ്ങുകയാണ്. ഇറങ്ങി അവർ കുറേ ദൂരം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു നദി കടക്കണം. ആ നദിയിൽ കൂടെ പോകുമ്പോൾ വല്ലാത്ത ബഹളം, വല്ലാത്ത ശബ്ദം ആ നദിക്ക്. അപ്പം കുഞ്ഞുങ്ങൾ ചോദിക്കുകയാണ്, എന്താ ഈ നദിക്ക് ഇത്ര
ബഹളം. അപ്പോൾ പറയും ഇത് ഗംഗയിൽ സരയു വന്ന് ചേരുന്നതിൻ്റെ ശബ്ദമാണ്, നിങ്ങൾ നല്ലോണം ഗംഗയും സരയുവിനെയും പ്രാർത്ഥിച്ചോളാൻ പറയാണ്. എന്നിട്ട് അവർ നല്ലോണം പ്രാർത്ഥിച്ചിട്ട് അവർ ഈ നദി കടന്ന് പോവുകയാണ്. നദി കടന്നു പോയി അവർ തിരിച്ചെത്തി കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോൾ ഒരു വലിയ കാട്ടിലാണ് അവർ പിന്നെ എത്തുന്നത്. ആ കാട്ടിലെത്തിക്കഴിയുമ്പോൾ ശ്രീരാമൻ ലക്ഷ്മണൻ ചോദിക്കുകയാണ്, ഇതെന്താ ഇവിടെ വല്ലാത്തൊരു ഭയാനകമായിട്ടുള്ള ഒരു കാടാണല്ലോ, ഇതെന്താ കാര്യം, വല്ലാത്ത കുറേ ജീവികളെയും കാണുന്നു, എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിശ്വാമിത്രൻ ഒരു കഥ പറയുകയാണ്. അത് എന്താണ് ആ കാട് ഇങ്ങനെ ആയെന്നുള്ളതിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ആ കഥ എന്താണെന്ന് വെച്ചാൽ, വർഷങ്ങൾക്ക് മുമ്പ് ഇന്ദ്രൻ ഒരു രാക്ഷസനെ കൊന്നു കഴിഞ്ഞപ്പോൾ മലിനീകരണപ്പെട്ടു ശരീരം മുഴുവൻ. അപ്പം അവിടെ ഇരുത്തിയാണ്, ഈ കാട്ടിൻ്റെ ഇവിടെ ഇരുത്തിയാണ് ഇന്ദ്രനെ ദേവന്മാരും ഋഷിമാരെല്ലാവരും കുളിപ്പിച്ചു, വെള്ളം ഒഴിച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി എടുത്തു എന്നാണ് പറയുന്നത്. അപ്പം ഇന്ദ്രൻ അത് വല്ലാത്ത സന്തോഷമായി കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ അനുഗ്രഹിച്ചു ഈ നാടിനെ. അപ്പം ഈ നാട് 2 രാജ്യങ്ങളായി മാറി, മാലാട രാജ്യവും കരുഷ എന്ന് പറഞ്ഞ രാജ്യവും. അങ്ങനെ ഇവിടെ സമൃദ്ധിയോടെ ജീവിക്കുകയാണ് ആൾക്കാർ. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവിടെ താടക എന്ന് പറഞ്ഞൊരു യക്ഷി വന്ന് ഈ നാട് മുഴുവൻ നശിപ്പിക്കാൻ തുടങ്ങി, ആൾക്കാരെ കൊല്ലാൻ തുടങ്ങി, കൊന്ന് തിന്നാൻ തുടങ്ങി. ഇതിന് ഏത് രൂപം വേണമെങ്കിലും എടുക്കാൻ പറ്റുന്ന രക്ഷയാണിത്. അപ്പം രാമൻ ലക്ഷ്മണൻ ചോദിക്കുക, അപ്പോൾ അതെന്താ ഈ താടകയ്ക്ക് എന്താ ഇത്രയും ശക്തി, ആർക്കും കൊല്ലാൻ പറ്റാത്തത് എന്താ? അപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ താടക എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു യക്ഷിയായിരുന്നു. ആ യക്ഷി സുകേതു എന്ന് പറഞ്ഞ യക്ഷൻ്റെ പുത്രിയായിരുന്നു ഈ താടക. അപ്പം ബ്രഹ്മാവ് അനുഗ്രഹിച്ചതുകൊണ്ട് ഇതിന് 1000 ആനയുടെ ബലമുണ്ട് ഈ താടകയ്ക്ക്. അപ്പോൾ കാണാനും സുന്ദരിയായിരുന്നു. അങ്ങനെ താടക വിവാഹം കഴിക്കുന്നതാണ് സുന്ദനെ. അങ്ങനെ അവർക്കുണ്ടാവുന്ന പുത്രനാണ് മാരീചൻ. വർഷങ്ങൾക്ക് ശേഷം മാരീചൻ ഒരു തെറ്റ് കാണിക്കുമ്പോൾ അഗസ്ത്യമുനി ശപിക്കുകയാണ് മാരീചനെ, രാക്ഷസനായി മാറട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അഗസ്ത്യൻ സുന്ദനെയും ശപിച്ചു കൊല്ലുകയാണ്. അപ്പോൾ ദേഷ്യം വന്ന് താടക അഗസ്ത്യനെ കൊല്ലാൻ ചെല്ലുമ്പോൾ അദ്ദേഹം താടകയെ ശപിക്കുകയാണ്, നീ മനുഷ്യൻ്റെ മാംസം കഴിക്കുന്ന ഒരു പിശാചായി മാറട്ടെ, നീ അലഞ്ഞടക്കട്ടെ എന്ന് പറഞ്ഞ് ശപിക്കുകയാണ്. അങ്ങനെയാണ് താടക ഇങ്ങനെ ആയത്. വിശ്വാമിത്രൻ പറയാണ്, താടകയെ രാമൻ കൊല്ലണം. അപ്പോൾ രാമൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, തൻ്റെ വില്ലെടുത്തിട്ട് വില്ലിലെ കമ്പി ഒന്ന് വലിക്കുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാക്കും. അത് ഈ കാട് മുഴുവൻ കിടുങ്ങുന്ന രീതിയിലൊരു ശബ്ദം ഉണ്ടാക്കും. ഇത് കേൾക്കുമ്പോൾ താടകയ്ക്ക് ദേഷ്യം വന്ന് ഇറങ്ങി വന്ന് താടകയും ശ്രീരാമൻ ലക്ഷ്മണനും തമ്മിൽ വലിയൊരു യുദ്ധം നടക്കുകയാണ്. യുദ്ധത്തിൻ്റെ അവസാനം താടകയെ ശ്രീരാമൻ കൊല്ലുകയാണ്, അമ്പെയ്ത് വീഴ്ത്തി കൊല്ലുകയാണ്. കൊന്നു കഴിയുമ്പോൾ എല്ലാ ദേവതകളും ഇവിടെ പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമാവുകയാണ്. സന്തോഷമായി കഴിഞ്ഞാൽ എല്ലാവരും വിശ്വാമിത്രനോട് പറയുകയാണ്, എല്ലാ അസ്ത്രശസ്ത്ര വിദ്യകളും ശ്രീരാമനെ പഠിപ്പിക്കാൻ പറയുകയാണ്. അങ്ങനെ ശ്രീരാമന് എല്ലാ അസ്ത്രശസ്ത്രങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. ദണ്ഡചക്രം, വിഷ്ണുചക്രം, ഇന്ദ്രചക്രം, പിന്നെ ബ്രഹ്മാസ്ത്രം, പിന്നെ ശിവന്റെ തൃശൂലം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിൻ്റെയൊക്കെ മന്ത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ശ്രീരാമൻ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇത് ശ്രീരാമൻ എപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നു, ഈ മന്ത്രം ജപിച്ച് വിചാരിക്കുന്നു, ഇതൊക്കെ കയ്യിലെത്തും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഏകദേശം 50 വിദ്യകൾ പറഞ്ഞു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് അവർ വീണ്ടും പോയി അവർ സിദ്ധാശ്രമത്തിൽ ചെല്ലുകയാണ്. അപ്പോൾ സിദ്ധാശ്രമം കാണുമ്പോൾ കുട്ടികൾ ചോദിക്കുക, എന്താ? അപ്പോൾ പറയും, ഇവിടെയാണ് ഞാൻ ജീവിക്കുന്നത്, എൻ്റെ ശിഷ്യന്മാരും ഞങ്ങൾ ഇവിടെയാണ് ജീവിക്കുന്നത്. എന്താണ് ഈ സിദ്ധാശ്രമത്തിൽ എന്താണെന്ന് വെച്ചാൽ, ഇത് പണ്ട് ഇവിടെ ഒരു ഇവിടെ ഒരു യാഗം നടന്നതാണ്. മഹാബലി എന്ന് പറഞ്ഞ രാജാവ് നടത്തിയ യാഗം. വിരോചനൻ്റെ മകനായിരുന്നു മഹാബലി, പ്രഹ്ലാദൻ്റെ ചെറുമകൻ. അപ്പോൾ മഹാബലി അതിശക്തിമാനായി മാറിക്കഴിഞ്ഞിട്ട് 3 ലോകവും തൻ്റെ കീഴിലാക്കാനുള്ളൊരു വലിയൊരു യാഗം നടത്തുക. അപ്പോൾ ദേവന്മാരെല്ലാവരും ദേവലോകം വിട്ട് പേടിച്ച് നിൽക്കുകയാണ്, കാരണം മഹാബലി അത്രയ്ക്ക് ശക്തിമാനായി. അപ്പം അങ്ങനെ മഹാബലിയെ തോൽപ്പിക്കാൻ വേണ്ടി മഹാവിഷ്ണു ഒരു അവതാരം എടുക്കുകയാണ്, വാമനൻ. കശ്യപ മഹർഷിയുടെ അതിഥിയുടെയും പുത്രനായിട്ട് ജനിക്കുകയാണ് ഭഗവാൻ. എന്നിട്ട് വാമനൻ എന്ന് പറഞ്ഞാൽ ചെറിയ ആളാണ്. അപ്പോൾ ഈ പൂജ അടക്കുമ്പോൾ മഹാബലി അടുത്ത് എത്തുകയാണ്. മഹാബലി സന്തോഷവാനായിട്ടിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ എന്ത് ചോദിച്ചാലും കൊടുക്കും. അപ്പോൾ പറയും, എന്താ വേണ്ടത്? വാമനെ കാണുമ്പോൾ ചോദിക്കും, എന്താ വേണ്ടത്? പറയും, ഞാൻ കാലുകൊണ്ട് 3 അടി വെക്കും, ആ കിട്ടുന്നത് മുഴുവൻ എനിക്ക് തരണം എന്ന് പറയും. അപ്പോൾ മഹാബലി പറയും, ശരി വെച്ചു. ഞാൻ ആദ്യത്തെ അടി വെക്കുമ്പോൾ തന്നെ ഭഗവാൻ വലിപ്പമുള്ള ഒരാളായി മാറുകയാണ്. അങ്ങനെ 3 അടി വെച്ച് ഭഗവാൻ 3 ലോകവും തൻ്റെ ആക്കി കഴിഞ്ഞിട്ട് ഭഗവാൻ മഹാബലിയെ ചവിട്ടി താഴ്ത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ
അതാണ് കഥ. അതാണ് ഇവിടെ നടന്നത്. ആ പൂജ നടന്ന സ്ഥലമാണ്. ഇതാണ് സിദ്ധാശ്രമം. ഇവിടെയാണ് ഞാൻ പൂജ നടത്താൻ നോക്കുന്നത്. ഇവിടെയാണ് ഞാൻ എൻ്റെ യാഗം നടത്താൻ നോക്കുന്നത്. ഞാനും എൻ്റെ ശിഷ്യന്മാരും ഇവിടെ ഉണ്ട്. ഇവിടെയാണ് മാരീചനും സുബാഹുവും വന്ന് ഞങ്ങളെ ഉപദ്രവിക്കുന്നത്, ഇത് ചെയ്യാൻ സമ്മതിക്കാണ്ട്. അപ്പം ആശ്രമത്തിൽ എത്തിക്കഴിയുമ്പോൾ വിശ്വാമിത്രൻ പറയാണ്, ഞാൻ ഇനി 6 ദിവസത്തേക്ക് സംസാരിക്കില്ല. 6 ദിവസം നീണ്ടു നിൽക്കുന്ന പൂജയും യാഗമൊക്കെയാണ്. അപ്പോൾ ഞാൻ സംസാരിക്കില്ല, അപ്പോൾ നിങ്ങൾ നോക്കിക്കോളാൻ പറയുകയാണ്. അങ്ങനെ അവർ കാവലിരിക്കുകയാണ്. 5 ദിവസം കഴിഞ്ഞു. 6ാമത്തെ ദിവസം ആകുമ്പോൾ മാരീചനും സുബാഹുവും വരികയാണ്. അപ്പോൾ രാമൻ പറയാം, എനിക്കിവരെ ഒന്നും കൊല്ലണ്ട. ഞാനപ്പോൾ ഒരു കാര്യം ചെയ്യാം. എനിക്ക് പറഞ്ഞു തന്ന ഈ ശസ്ത്രവിദ്യ കൊണ്ട് ഞാൻ ഇവരെ പറത്തിവിടാം. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ശസ്ത്രവിദ്യ ഉപയോഗിക്കുകയാണ് ശ്രീരാമൻ. മനവസ്ത്രം എന്ന് പറഞ്ഞ ഒരു ശസ്ത്രം ഉപയോഗിച്ച് മാരീചനെ 100 യോജനങ്ങൾക്കപ്പുറം പറത്തിവിടുകയാണ്. 1 യോജനം എന്ന് പറഞ്ഞാൽ തന്നെ 10 കിലോമീറ്ററുണ്ട്. അപ്പോൾ 100 യോജനം അത്രയും ദൂരെ പറത്തിവിടുകയാണ്. പിന്നെ അഗ്നേയാസ്ത്രം കൊണ്ട് സുബാഹുവിനെ കൊല്ലുകയാണ്. അഗ്നേയാസ്ത്രം എന്ന് പറഞ്ഞാൽ അഗ്നി കൊണ്ടുള്ളതാണ്. പിന്നെ വായവ്യം എന്ന് പറഞ്ഞാൽ വേറൊരു അസ്ത്രം, വായുദേവൻ്റെ അനുഗ്രഹമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള രാക്ഷസന്മാരെയൊക്കെ കൊല്ലുകയാണ്. അങ്ങനെ 6 ദിവസവും കഴിഞ്ഞു. എല്ലാ പൂജകളും യാഗങ്ങളും സമ്പൂർണ്ണമായി. വിശ്വാമിത്രൻ സന്തോഷത്തോടെ വരികയാണ്. എല്ലാ മഹർഷിമാരും ശ്രീരാമനും ലക്ഷ്മണനെയും അനുഗ്രഹിച്ച് വിടുകയാണ്. അപ്പോൾ വിശ്വാമിത്രൻ പറയാണ്, നമുക്കിനി തിരിച്ചു പോകുന്നതിന് മുമ്പ് നമുക്ക് മിഥില രാജ്യത്തിലും കൂടി ഒന്ന് പോകണം. ജനകരാജാവ് ഒരു പൂജ നടത്തുന്നുണ്ട് അവിടെ. നമുക്ക് അവിടെ പോയി അദ്ദേഹത്തിനെ കൂടി കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് പറയണം. അപ്പോൾ കുഞ്ഞുങ്ങൾ പറയും, ശരി, അങ്ങ് പറയണ പോലെ എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞ് കൂടെ പോവുകയാണ്. അങ്ങനെ ഒരുപാട് ദൂരം നടന്നു. കുറച്ച് കഴിയുമ്പോൾ ഇവരൊരു നല്ല ഭംഗിയുള്ളൊരു രാജ്യത്തെത്തും. അപ്പോൾ ശ്രീരാമനും ലക്ഷ്മണനും ചോദിക്കുകയാണ്, ഇത് ഏതാണ് ഈ രാജ്യം? അപ്പോൾ വിശ്വാമിത്രൻ പറയുകയാണ്, ഇത് ഗിരിവ്രജ എന്ന് പറഞ്ഞ രാജ്യമാണ്. അപ്പോൾ ഒരു കഥ പറയുകയാണ് വിശ്വാമിത്രൻ. ബ്രഹ്മാവിൻ്റെ പുത്രനായ കുശന് 4 പുത്രന്മാരുണ്ടായി. കുശംഭ, കുശനഭ, അമൃത്യരാജ, വാസു. അപ്പോൾ ഇവർ 4 പേരും 4 നഗരങ്ങളുണ്ടാക്കി. കൗസംബി, മഹോദയ, ധർമാരണ്യം, ഗിരിവ്രജം. ഇതിൽ കുശനാഭന് ഘൃതാജി എന്ന് പറഞ്ഞ അപ്സരസിൽ 100 പെൺമക്കളുണ്ടായി. 100 പേരും അതിസുന്ദരികളായിരുന്നു. കാണാൻ നല്ല സന്തോഷവും സ്നേഹവുമായിട്ട് ഇവർ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ ജീവിക്കുകയാണ് അവിടെ ആ രാജ്യത്ത്. ഒരു ദിവസം വായുദേവൻ ഇവരെ കണ്ടപ്പോൾ വായുദേവന് വല്ലാത്ത ഇഷ്ടമായി ഇവരോട് പറയാണ്, എന്നെ വിവാഹം കഴിക്കുമെന്ന് ചോദിക്കുകയാണ് വായുദേവൻ. ഇവർ പറയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനാണ് പ്രധാനം. അച്ഛൻ പറയാതെ ഒരു കാര്യം ഞങ്ങൾ തീരുമാനിക്കില്ല. അപ്പോൾ അച്ഛനോട് ചോദിക്കാതെ ഞങ്ങൾ ആർക്ക് വാക്കും കൊടുക്കില്ല വിവാഹം കഴിക്കാമെന്നുള്ളത്. അച്ഛൻ്റെ തീരുമാനമാണ് ഞങ്ങൾക്ക് മുഖ്യം എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ വായുദേവന് വല്ലാത്ത ദേഷ്യം വരും. കാരണം വായുദേവനോട് എതിർക്കാൻ മാത്രമായോ ഇവരെന്നുള്ള രീതിയിൽ. ഇവരുടെ ദേഹത്ത്, ഇവരുടെ എല്ലിൻ്റെ ഇടയിൽ വായു കയറുകയാണ്. വായു കയറി ഇവരുടെ എല്ലൊടിയാണ്. ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ മഹാരാജാവ് കുശനാഭന് വല്ലാത്ത സങ്കടമാവും. എൻ്റെ മക്കൾ എനിക്ക് വേണ്ടിയിട്ടാണല്ലോ, എന്നെ നാണം കെടുത്തരുന്നുള്ളതുകൊണ്ടല്ലേ ഇത് ചെയ്തത്. അപ്പോൾ അദ്ദേഹം വേഗം വിചാരിക്കുകയാണ്, ഇവരുടെ വിഷമം മാറ്റണം, ഇവരുടെ ഈ ബുദ്ധിമുട്ട് മാറ്റണം, അതിന് ഒരു വഴിയേ ഉള്ളൂ വിചാരിക്കുകയാണ്. അപ്പോൾ ഇവർ കമ്പില രാജ്യത്തെ ബ്രഹ്മദത്തൻ എന്ന രാജാവിനെ കൊണ്ട് ഇവരെ വിവാഹം കഴിപ്പിക്കുകയാണ്. അപ്പം ഈ ബ്രഹ്മദത്തൻ തൊടുമ്പോൾ, ഓരോരുത്തരുടെ കയ്യിലും തൊടുമ്പോഴേക്കും ഇവരെല്ലാം നേരെയാവുകയാണ്. ഇവർ വീണ്ടും പൂർണ്ണ ആരോഗ്യത്തോടെ സുന്ദരികളായിട്ടുള്ള സ്ത്രീകളായിട്ട് മാറുകയാണ്. എന്നിട്ട് ഇവരെയും കൊണ്ട് ബ്രഹ്മദത്തൻ പോവുകയാണ്. അങ്ങനെ പിന്നീട് കുശനാഭന് ഒരു പുത്രൻ ജനിക്കും. അതാണ് ഗതി. വർഷങ്ങൾ കഴിഞ്ഞ് ആ ഗതിക്ക് 2 കുട്ടികളുണ്ടാവും, സത്യവതിയും കൗശികനും. ഈ കൗശികനാണ് വിശ്വാമിത്രൻ. അത് കുശന്റെ ചെറുമകനായതുകൊണ്ടാണ് കൗശികൻ എന്നുള്ള പേര് വന്നത് വിശ്വാമിത്രന്. എന്നിട്ട് പിന്നീട് ഈ സത്യവതി തന്നെ വിവാഹം കഴിച്ച ഋഷി രിചികന്റെ കൂടെ സ്വർഗത്തിലേക്ക് പോവുകയാണ്. എന്നിട്ട് പിന്നീട് തൻ്റെ നാട്ടുകാർക്കും നാടിനും വേണ്ടിയിട്ട് കൗശികി എന്നുള്ള നദിയായിട്ട് ആ നാട്ടിൽ കൂടി ഒഴുകുകയാണ് പിന്നീട്. അപ്പോൾ ഇതാണ് വിശ്വാമിത്രൻ്റെ കഥ, വിശ്വാമിത്രൻ്റെ കുടുംബത്തിൻ്റെ കഥ എന്ന് പറഞ്ഞ് രാമലക്ഷ്മണന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിഹാസവാചാരയുടെ എപ്പിസോഡ് ഇന്നിവിടെ കഴിഞ്ഞു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നമസ്കാരം.